എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 18 ശ്ലോകം 13, 14, 15, 16, 17, 18, 19, 20. 8 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. അറിയാതെ വസ്ത്രം മാറിയെടുത്ത ശർമ്മിഷ്ഠയോട് കോപിച്ച് ദേവയാനി പരുഷവാക്കുകൾ കൊണ്ട് പറഞ്ഞ് ശകാരിക്കുകയാണ് ശർമ്മിഷ്ഠ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. യാൻ വന്ദന്ത്യുപതിഷ്ഠന്തെ ലോകനാഥാ സുരേശ്വരാഃ ഭഗവാനവിശ്വാത്മാ പാവന ശ്രീനികേതന. യാൻ യാതൊരുത്തരെ ലോകനാഥാഹ ലോകാധിപന്മാരും സുരേശ്വരാഃ ദേവശ്രേഷ്ഠന്മാരും വന്ദന്തി വന്ദിക്കുന്നു, ഉപതിഷ്ഠന്തെ സ്തുതിക്കുന്നു, പാവന പരിശുദ്ധിയെ ജനിപ്പിക്കുന്നവനും, ശ്രീനികേതന ശ്രീദേവിയുടെ വാസസ്ഥാനഭൂതനും, വിശ്വാത്മാ വിശ്വസ്വരൂപനുമായ ഭഗവാൻ അപി ഭഗവാനും കൂടി വന്ദിക്കുന്നു. ബ്രാഹ്മണരുടെ മഹത്വം എന്താ പിന്നെയും പറയണം. പാതാളം മുതലായിട്ടുള്ള ലോകങ്ങളുടെ അധിപന്മാരും ഇന്ദ്രാദിദേവാധിപന്മാരും സാക്ഷാൽ ശ്രീഭഗവതിയുടെ വാസസ്ഥാനഭൂതനും സർവചരാചരങ്ങളുടെ ഉള്ളിലും പുറത്തും ആത്മാവായും ഐശ്വര്യസ്വരൂപനായും വസിക്കുന്ന പരിശുദ്ധനായ ഭഗവാനും യാതൊരു ബ്രാഹ്മണരെ വന്ദിക്കുന്നു. ആ ബ്രാഹ്മണ സ്ത്രീയാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ വസ്ത്രല്ലേ എടുത്തത്, അതാണ് പറയുന്നത്. വയം തത്രാപി ഭൃഗവ ശിഷ്യോസ്യ നഃ പിതാസുര അസ്മദ്ധാര്യം ധൃതവതി ശൂദ്രോ വേദമിവാസതി. തത്രാപി അതിലും വിശേഷിച്ച് വയം ഭൃഗവ ഞങ്ങൾ ഭൃഗുക്കൾ, അസ്യാ പിതാസുര ഇവരുടെ പിതാവായ അസുരൻ, ന ശിഷ്യ ഞങ്ങളുടെ ശിഷ്യൻ, അസതി യോഗ്യതയില്ലാത്തവൾ, അസ്മദ്ധാര്യം ഞങ്ങളാൽ ധരിക്കപ്പെടുവാൻ യോഗ്യമായ വസ്ത്രത്തെ, ശൂദ്ര വേദം ഇവ ശൂദ്രൻ വേദത്തെ എന്ന പോലെ ധൃതവതി ധരിച്ചിരിക്കുന്നു. സാധാരണ ബ്രാഹ്മണനായാൽ തന്നെ സർവമാന്യനാണ്. ഞങ്ങളാകട്ടെ ഈ സംഘത്തില് ഭഗവാൻ കൂടി മാനിക്കുന്ന ആ ഭൃഗുമഹർഷിയുടെ കുലത്തിൽ ജനിച്ചവരാ. അത്രയും കുലമാഹാത്മ്യമുണ്ട് ഞങ്ങൾക്ക്. ഈ ശർമ്മിഷ്ഠയുടെ പിതാവായ അസുരൻ വൃഷപർവാവ് ഞങ്ങളുടെ ശിഷ്യനാ. അങ്ങനെ അസത്യമായിട്ടുള്ള ഇവള് ഞാൻ ധരിക്കേണ്ടതായ വസ്ത്രത്തെ എടുത്തു ധരിച്ചില്ലേ, അത് ശൂദ്രൻ അനധികാരിയായ ശൂദ്രൻ ത്രിവർണ്ണങ്ങളാൽ ധരിക്കപ്പെടാൻ യോഗ്യമായ വേദത്തെ എന്ന പോലെ. വേദം ശൂദ്രന്മാർക്ക് നിഷിദ്ധാണ് എന്നാണ് പറയാറുള്ളത്. അപ്പോ ശൂദ്രൻ വേദം ധരിച്ചതുപോലെ ഞാൻ ധരിക്കേണ്ടതായ വസ്ത്രത്തെ ഇവള് ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞങ്ങനെ ശകാരിക്കുകയാണ്. ഏവം ശപന്തീം ശർമ്മിഷ്ഠ ഗുരുപുത്രീം അഭാഷത രുഷാശ്വസന്ധ്യുരാംഗീവ ധർഷിത ദഷ്ടദച്ഛത. ഏവം ശപന്തി പ്രകാരം ശപിക്കുന്ന ഗുരുപുത്രിയും ഗുരുപുത്രിയോട്, ധർഷിത നിന്ദിക്കപ്പെട്ടവളും, ദഷ്ടദച്ഛത ദംശിക്കപ്പെട്ട അധരോഷ്ട്രങ്ങളോടുകൂടിയവളുമായ ശർമ്മിഷ്ഠ രുഷ രോഷത്താൽ, ഉരംഗീവ ശ്വസന്തി നാഗസ്ത്രീ എന്ന പോലെ ശ്വസിക്കുന്നവളായിട്ട് ആഭാഷത ഇങ്ങനെ കയ്യും കണക്കില്ലാണ്ട് ദുർവാക്കുകൾ ഇങ്ങനെ തെരുതെര പറഞ്ഞ് ശകാരിക്കണ ആ ഗുരുപുത്രിയായിട്ടുള്ള ദേവയാനിയോട് ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കുക, ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുക ശർമ്മിഷ്ഠയുടെ. ഇത്രയും നിന്ദ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല ശർമ്മിഷ്ഠ. ചവിട്ടേറ്റ നാഗകന്യകയെ പോലെ. അങ്ങനെ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ശർമ്മിഷ്ഠ പറഞ്ഞു, ആത്മവൃത്തമഭിജ്ഞായ കഥസേ ബഹുഭിക്ഷുകി കിം ന പ്രതീക്ഷസേസ്മാകം ഗൃഹാൻ ബലിഭുജോ യഥാ. ഭിക്ഷുകി ഭിക്ഷക്കാരി എന്നാ വിളിക്കുന്നത്. ആത്മവൃത്തം നിന്റെ ചരിത്രത്തെ അവിജ്ഞായ അറിയാതെ, ബഹു കഥസേ എന്തെല്ലാമോ അർത്ഥമില്ലാതെ പറയണു, ബലിഭുജ യഥാ കാക്കകളെ പോലെ, അസ്മാകം ഗൃഹാൻ ഞങ്ങളുടെ ഗൃഹങ്ങളെ, ന പ്രതീക്ഷസേക്കും നീ കാത്തിരിക്കുന്നില്ലയോ. ശർമ്മിഷ്ഠ പറയണു, എടി ഭിക്ഷക്കാരി, നിന്റെ ചരിത്രം ഒന്നും ഓർക്കാണ്ട് നീ എന്തെല്ലാമോ ഇങ്ങനെ
അസംബന്ധം വിളിച്ചു പറയാം. നീ ഒന്ന് ഓർത്തു നോക്ക്, കാക്കകളെ പോലെ ഉപജീവന പദാർത്ഥങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങളുടെ ഗൃഹത്തിനല്ലേ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നീ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ ഗൃഹത്തിൽ നിന്നല്ലേ. ഏവം വിധൈസ്സു പരുഷൈ ക്ഷിപ്വാചാര്യ സുതാം സതിം ശർമ്മിഷ്ഠ പ്രാക്ഷിപൽ കൂപേ വാസ ആദായ മന്യുന. ഏവം വിധൈ ഇപ്രകാരമുള്ള സുപരുഷൈഹി അതിക്രൂര വാക്കുകളാൽ സതീം ആചാര്യസുതാം പൂജയായ ഗുരുപുത്രിയെ ക്ഷിപ്ത്വ ആക്ഷേപിച്ചിട്ട് മന്യുന കോപത്താൽ വാസ ആദായ വസ്ത്രത്തെ അപഹരിച്ചിട്ട് ശർമ്മിഷ്ഠ ശർമ്മിഷ്ഠ കൂപേ കൂപത്തിൽ പ്രാക്ഷിപൽ പ്രക്ഷേപിച്ചു. ഇങ്ങനെ ദുസ്സഹങ്ങളായ അതിക്രൂര വചനങ്ങൾ കൊണ്ട് ആചാര്യപുത്രിയാണ് പൂജയാണ് ദേവയാനി. അങ്ങനെ അപ്പോഴാണ് അമ്മ ദേവയാനിയുടെ മർമ്മങ്ങളെ പിളർന്ന ശർമ്മിഷ്ഠ അപ്പോഴും ദേഷ്യം വന്നിട്ട് അത് പറഞ്ഞത്. കഠിന കോപം നിമിത്തം ആ ദേവയാനി ഉടുത്തിരിക്കണ വസ്ത്രം അങ്ങോട്ട് വലിച്ചു കളഞ്ഞ് മുഴുവൻ പിടിച്ചു പറിച്ചിട്ട് തൊട്ടടുത്തൊരു കിണർ കണ്ടു, ഒരു പൊട്ട കിണർ, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു ദേവയാനി. തസ്യാം ഗതായാം സ്വഗൃഹം യയാതിർമൃഗയാം ചരൻ പ്രാപ്തോ യദൃച്ഛയാ കൂപേ ജലാർത്ഥി താം ദദർശഃ. തസ്യാം അവൾ സ്വഗൃഹം ഗതായാം സ്വഭവനത്തിലേക്ക് പോയപ്പോൾ മൃഗയാം ചരൻ യയാതി നായാട്ട് ചെയ്യുന്ന യയാതി ജലാർത്ഥി ജലമന്വേഷിച്ചുകൊണ്ട് പ്രാപിച്ചവനായിട്ട് കൂപേ കൂപത്തിൽ യദൃച്ഛയാ പെട്ടെന്ന് താം ദദർശ അവളെ കണ്ടു. ഹാ ആശ്ചര്യം. ഇങ്ങനെ ചെയ്തിട്ട് ശർമ്മിഷ്ഠ ആ ദേവയാനെ ആ കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് ശർമ്മിഷ്ഠ തന്റെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോഴാണ് നായാട്ട് ചെയ്തുകൊണ്ട് കാട്ടിൽ സഞ്ചരിക്കുന്ന യയാതി മഹാരാജാവ് ദാഹം ശമിപ്പിക്കാൻ വെള്ളം അന്വേഷിച്ച് നടക്കുക. ഈശ്വര സങ്കല്പത്തിൽ തന്നെയാണ്. ആ കിണറ്റിലേക്ക് നോക്കിയപ്പോണ്ട് അവിടെ നഗ്നയായ ഒരു പെൺകിടാവിനെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ദത്വാ സ്വമുത്തരം വാസ തസ്യൈ രാജാ വിവാസസേ ഗൃഹീത്വാ പാണിനാ പാണിം ഉജ്ജഹാര ദയാപരാ. വിവാസസേ തസ്യൈ വസ്ത്രഹീനയായ അവൾക്ക് ദയാപര കരുണാശീലനായ രാജാവ് സ്വം ഉത്തരം വാസദത്വ തന്റെ ഉത്തരീയ വസ്ത്രത്തെ നൽകിയിട്ട് പാണിന കൈകൊണ്ട് പാണിം ഗൃഹീത്വ കൈ പിടിച്ചിട്ട് ഉജ്ജഹാര ധരിച്ചു. വസ്ത്രമില്ലാതെ കിണറ്റിൽ കിടക്കുന്ന ഒരു യുവതിയെ കണ്ട ഉടനെ കരുണാനിധിയായ കരുണ തോന്നിയ രാജാവ് യയാതി മഹാരാജാവ് തന്റെ ഉത്തരീയ വസ്ത്രം അവൾക്ക് കൊടുത്തു. എന്നിട്ട് കൈകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളിലേക്ക് കയറ്റി. തം വീരമാഹൗശനസി പ്രേമ നിർഭരയാഗിര രാജൻ ത്വയാ ഗൃഹീതോ മേ പാണി പരപുരഞ്ജയ ഹസ്തഗ്രാഹോ അപരോ മാ ഭൂത് ഗൃഹീതായാസ്തയാഹിമേ. വീരം തം വീരനായ അദ്ദേഹത്തോട് ഔശനസി ശുക്രപുത്രി പ്രേമനിർഭരയാഗിര പ്രേമം നിറഞ്ഞ വാക്കുകൊണ്ട് ആഹാ പറഞ്ഞു. പരപുരഞ്ജയ രാജൻ ശത്രുപുരങ്ങളെ ജയിക്കുന്ന രാജാവേ മേ പാണി എന്റെ കയ്യ് ത്വയാ ഗൃഹീത അങ്ങയാൽ ഗ്രഹിക്കപ്പെട്ടു. ത്വയാ ഗൃഹീതായ മേ അങ്ങയാൽ ഗ്രഹിക്കപ്പെട്ട എന്റെ ഹസ്തഗ്രാഹ അപര ഹസ്തം ഗ്രഹിക്കുന്നവനായിട്ട് അന്യൻ മാഭൂൽ ഭവിക്കരുത്. കിണറ്റിൽ നിന്ന് കയറ്റിവിട്ട ആ വീരനായിട്ടുള്ള ആ യയാതിയോട് ശുക്രപുത്രിയായ ദേവയാനി പ്രേമം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞു. ഹേ ശത്രുപുരങ്ങളെ ജയിക്കുന്ന വീരനായ രാജാവേ, അങ്ങ് എന്റെ കൈ പിടിച്ചു കഴിഞ്ഞു. അങ്ങ് എനിക്ക് വസ്ത്രം തന്നു. അങ്ങയാൽ പാണിഗ്രഹണം ചെയ്യപ്പെട്ട എന്റെ ഹസ്തത്തെ ഇനി അപരൻ ഗ്രഹിക്കാനിടവരുത്. അതായത് ഇനി വേറൊരാളെ ഞാൻ വിവാഹം ചെയ്യില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എന്നെ വിവാഹം ചെയ്യണം. വസ്ത്രം തന്നു, അങ്ങ് എന്റെ കൈ പിടിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.